നിർത്തില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോയ കാമുകനെ തിരക്കി വീണ ഇറങ്ങിയപ്പോൾ അദൃച്ഛികമായി ഒരു ആളെ കണ്ടുമുട്ടി. അതായിരുന്നു ഗോപാലകൃഷ്ണൻ. പിന്നീട് തൻ്റെ ഒരു നല്ലൊരു സുഹൃത്തിനെ പോലെ ഗോപാലകൃഷ്ണൻ വീണയോടൊപ്പം തന്നെ നിന്നു. ഒടുവിൽ അയാളെ വേണ്ടെന്ന് വെച്ചപ്പോൾ കള്ളനായിരുന്ന ഗോപാലകൃഷ്ണൻ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് വീണയ്ക്കൊരു ജീവിതത്തിന് വേണ്ടി തൻ്റെ ബാധ്യതകളെല്ലാം തന്നെ മാറ്റിവെച്ച് വീണയ്ക്ക് ആ പണം നൽകാമെന്ന് പറഞ്ഞപ്പോൾ കള്ളനായിരുന്ന ഗോപാലകൃഷ്ണൻ്റെ മനസ്സറിഞ്ഞ വീണ ഗോപാലകൃഷ്ണൻ്റെ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ സങ്കല്പത്തിലുള്ള ഐശ്വര്യറായി ആയി ഗോപാലകൃഷ്ണൻ്റെ ജീവിതത്തിലേക്ക് പോയി. പള്ളിമുറ്റത്ത് വെച്ച് നൽകിയ വാക്കിൽ ഇന്നും അവർ ഒന്നിച്ച് ജീവിക്കുന്നു. ഗോപാലകൃഷ്ണനും വീണയും ഇന്ന് ഗോപാലകൃഷ്ണൻ്റെ നാട്ടിൽ സുഖമായി തന്നെ ജീവിക്കുകയാണ്. അനുജത്തിക്ക് അനുയോജ്യമായൊരു വിവാഹം തന്നെ ഗോപാലകൃഷ്ണൻ നടത്തി. അച്ഛൻ ഇപ്പോൾ ആരോഗ്യവാനായി തന്നെ ഇരിക്കുകയാണ്. സഹോദരന്മാർ എല്ലാവരും തന്നെ പങ്കെടുത്തൊരു വിവാഹമായിരുന്നു അത്. ഗോപാലകൃഷ്ണൻ്റെ മനസ്സ് നിറഞ്ഞൊരു വിവാഹം തന്നെയായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം വീണയെ കാണാനായി വീണയുടെ അച്ഛൻ ആ നാട്ടിലേക്ക് എത്തി. വീണയുടെ കുടുംബത്തെയൊക്കെ കണ്ട് അച്ഛൻ വളരെ സന്തുഷ്ടനായി മടങ്ങി. വീണയപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ നാട്ടിൽ കുട്ടികൾക്ക് വീണയൊക്കെ പഠിപ്പിച്ച് വളരെ സന്തോഷവതിയായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഗോപാലകൃഷ്ണൻ ആഗ്രഹിച്ചതുപോലെ വയലിലൊക്കെ പണിയെടുത്ത് കൃഷിയൊക്കെ ആയി മുമ്പോട്ട് പോവുകയാണ്. പറ്റുമ്പോഴെല്ലാം മണി കുടുംബവുമായി വന്ന് ഗോപാലകൃഷ്ണനെ കാണാറുണ്ട്. പറ്റുമ്പോഴെല്ലാം ഗോപാലകൃഷ്ണനെയും വീണേനെയും കാണാനായിട്ട് ഗോപാലകൃഷ്ണൻ്റെ ചേച്ചി ഓടിയെത്തും. അവർക്കൊപ്പം ദിവസങ്ങൾ ചിലവഴിച്ച ശേഷമായിരിക്കും മടക്കം. ഗോപാലകൃഷ്ണനും വീണയ്ക്കും ഒരു മകൾ മാത്രമേ ഉള്ളൂ. അച്ഛനെയും അമ്മയും പോലെ തന്നെ മിടിമിടിക്കുകയാണ് മകളും. പാട്ടിലും നൃത്തത്തിലുമൊക്കെ വളരെയധികം മിടുക്കിയായ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ഗോപാലകൃഷ്ണൻ്റെയും വീണയുടെയും മകൾ. ചെന്നൈയിൽ പഠിക്കുന്ന മകളെ കാണാനായി ഫ്ലൈറ്റിൽ പോവുകയാണ് വീണയും ഗോപാലകൃഷ്ണനും. ഫ്ലൈറ്റിൽ പോകുമ്പോഴെല്ലാം ഇവർ പഴയ മനോഹരമായ നിമിഷങ്ങളെല്ലാം ഓർത്ത് വളരെയധികം സന്തോഷവരായിരിക്കും. ഇവിടെ നിന്നായിരുന്നു ഇവരുടെ പ്രണയത്തിൻ്റെ തന്നെ തുടക്കവും.